നയതന്ത്ര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത 3 ഉച്ചകോടികൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് 55 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഭരണത്തലവന്മാർ പങ്കെടുക്കുന്ന വ്യത്യസ്ത ഉച്ചകോടികളാണ് നാളെയും മറ്റന്നാളുമായി റിയാദിൽ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി അറേബ്യ പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഔദ്യോഗിക സന്ദർശനം നടത്താൻ സൗദി അറേബ്യയെ തിരഞ്ഞെടുത്തത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്ത്രപ്രധാനമാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ്. പ്രസിഡന്റിന്റെ സന്ദർശനത്തിനിടെ സുരക്ഷ, സാമ്പത്തിക കരാറുകൾ ഒപ്പുവെക്കുമെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് HR മക്മാസ്റ്റർ പറഞ്ഞു. അമേരിക്കൻ കമ്പനികളുമായി സൗദി ആരാംകോ നിരവധി കരാറുകൾ ഒപ്പുവെക്കുമെന്ന് ബ്ലൂംബെർഗ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആരാംകോയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ 70% പ്രാദേശിക വിപണിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത് സാക്ഷാത്കരിക്കുന്നതിന് കരാറുകൾ സഹായിക്കും. അമേരിക്കൻ കമ്പനികൾ സൗദിയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുകയും സ്വദേശികൾക്ക് പരിശീലനം നൽകുകയും ചെയ്യും. അതിനിടെ ഇറാൻ നയങ്ങൾക്കെതിരെ സഖ്യമുണ്ടാക്കുകയാണ് പ്രസിഡന്റിന്റെ സന്ദർശനം ലക്ഷ്യം വെക്കുന്നതെന്ന് അമേരിക്കൻ വിദേശകാര്യമന്ത്രി റെക്സ് ടില്ലേഴ്സൺ പറഞ്ഞു. ഗൾഫ് മേഖലയിൽ സുരക്ഷാ ഭദ്രത തകർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഭീകരതയെ ഇറാൻ പിന്തുണ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മുൻ മന്ത്രി KC ജോസഫിനും റിയാദിൽ ഊഷ്മള സ്വീകരണം. ത്രിദിന സന്ദർശനത്തിനെത്തിയ നേതാക്കളെ ഇന്ന് പുലർച്ചെ റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ OICC പ്രവർത്തകർ വരവേറ്റു. ഉമ്മൻചാണ്ടിക്കും KC ജോസഫിനും റിയാദിൽ ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയത്. സൗദി അറേബ്യ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരും റിയാദ് മലാസ് ഡീപ്പോർട്ടേഷൻ സെന്ററിൽ സന്ദർശനം നടത്തി. നിയമലംഘകരില്ലാത്ത രാജ്യം ദേശീയ ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന ബ്രിഗേഡിയർ ഉസ്മാൻ അബ്ദുള്ള അൽ ഖറേഷിയുമായി കൂടിക്കാഴ്ച നടത്തി. എംബസി ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രവർത്തകരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ എംബസിയുടെയും പ്രവർത്തനങ്ങൾ മികച്ചതാണെന്നും സൗദി അറേബ്യ പ്രഖ്യാപിച്ച ദേശീയ ക്യാമ്പയിൻ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുന്നത് ഇന്ത്യൻ മിഷനാണെന്നും ബ്രിഗേഡിയർ ഉസ്മാൻ അബ്ദുള്ള അൽ ഖുറേഷി പറഞ്ഞു. നിയമലംഘകരായ ഇന്ത്യക്കാർക്കു മാത്രമായി ഫൈനൽ എക്സിറ്റ് അനുവദിക്കുന്നതിന് പാസ്പോർട്ട് വകുപ്പ് ആരംഭിച്ച പ്രത്യേക കേന്ദ്രത്തിലും ഉമ്മൻചാണ്ടിയും സംഘവും സന്ദർശനം നടത്തി. റിയാദ് ഇന്ത്യൻ എംബസിയിലും സന്ദർശനം നടത്തി. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി പ്രവാസികളുടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. KMCC റിയാദ് സെൻട്രൽ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗത്തിലും ഉമ്മൻചാണ്ടിയും KC ജോസഫും പങ്കെടുത്തു. റിയാദ് പാലസ് ഹോട്ടലിൽ കൈരളി സാംസ്കാരിക വേദിയുടെ 20ാം വാർഷികത്തിലും പങ്കെടുത്തു. ഉമ്മൻചാണ്ടിക്കും KC ജോസഫിനും ഇന്നു രാത്രി പൗരസ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MPക്ക് അബുദാബിയിൽ സ്വീകരണം. കുഞ്ഞാലിക്കുട്ടി MP ആയതിനു ശേഷമുള്ള ആദ്യ വിദേശ പര്യടനമാണിത്. UAE KMCCയും അബുദാബി KMCCയും ചേർന്നാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. KMCC UAE പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആയുർവേദത്തിന്റെ പ്രാധാന്യവും സാധ്യതകളും പരിചയപ്പെടുത്തി അന്താരാഷ്ട്ര ആയുർവേദ സമ്മേളനത്തിനും പ്രദർശനത്തിനും മെയ് 19, 20 തീയതികളിൽ ഷാർജ വേദിയാകുന്നു. ബദൽ ചികിത്സാരീതിയായ ആയുർവേദത്തിന്റെ സ്വീകാര്യതയും പ്രസക്തിയും ഗൾഫ് നാടുകളിലും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സമ്മേളനം. ആയുർവേദത്തിൽ ആശ്വാസം തേടി പതിറ്റാണ്ടുകളായി അറബ് സ്വദേശികൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയടക്കമുള്ള കേരളത്തിലെ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ട്. യഥാർത്ഥ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെ മുഖ്യധാരയിൽ എത്തിക്കാനാണ് UAEയിലെ ആയുർവേദ ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഈഗ ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക അന്താരാഷ്ട്ര ആയുർവേദ സമ്മേളനത്തിനും പ്രദർശനത്തിനും ഷാർജയിലെ റാഡിസൺ ബ്ലൂ ഹോട്ടൽ വേദിയാകും. നാളെയും മറ്റന്നാളുമായി രാവിലെ 9 മണി മുതലാണ് അന്താരാഷ്ട്ര ആയുർവേദ സമ്മേളനവും പ്രദർശനവും ഷാർജയിൽ നടക്കുക. ആയുർവേദത്തിന്റെ പ്രാധാന്യവും അംഗീകാരവും ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അത് മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള അംഗീകാരം കിട്ടി വരുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ആ അംഗീകാരത്തിന് കൂടുതൽ പ്രാധാന്യവും വിപുലീകരണവും നൽകാൻ ഈ മെയ്സ് പോലുള്ള കോൺഫറൻസുകൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. വിട്ടുമാറാത്ത പഴകിയ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് ആയുർവേദത്തിന്റെ പരിഹാരം നിർദ്ദേശിക്കുന്ന ജീവനീയം എന്ന സെഷന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ സമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ അനുമതിയോടെ സംഘടിപ്പിക്കുന്ന ദ്വിദിന സമ്മേളനത്തിൽ സർക്കാരിതര സ്ഥാപനങ്ങളും സംഘടനകളും പങ്കാളികളാകും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. സമ്മേളനത്തോടൊപ്പം ആയുർവേദ ആശുപത്രികൾ, ആയുർവേദ റിസോർട്ടുകൾ, ആയുർവേദ കോളേജുകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ അണിനിരക്കുന്ന എക്സ്പോയും 2 ദിവസങ്ങളിലും സന്ദർശകർക്കായി സംഘടിപ്പിക്കുന്നുണ്ട്. ലോകോത്തര ആയുർവേദ സ്ഥാപനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനും വിദഗ്ധ ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റ് നേടാനും ദീർഘകാല
ആയുർവേദ ചികിത്സയ്ക്ക് നിരക്കിളവ് ലഭിക്കാനും ഈ മേളയിലൂടെ അവസരമൊരുക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഷാർജ. ബഹ്റൈനിൽ സർക്കാർ നൽകിവരുന്ന വാർഷിക അലവൻസ് നിർത്തലാക്കി. രാജ്യത്തെ റംദാൻ പരിപാടികളെയും സാമൂഹ്യ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ബഹ്റൈനിലെ വിവിധ മുനിസിപ്പൽ കൗൺസിലുകൾ ഓരോ വാർഡിലേക്കും 10,000 ദിനാർ വീതമാണ് വാർഷിക അലവൻസ് നൽകിയിരുന്നത്. ഈ ഫണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾക്കായിരുന്നു വിനിയോഗിച്ചിരുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, റമദാൻ കായികമേളകൾ, യുവജന മത പരിസ്ഥിതി പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായും ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വിപണിയിലുണ്ടായിട്ടുള്ള ഇടിവ് വാർഷിക അലവൻസ് നിർത്തലാക്കുന്നതിന് സർക്കാരിനെ നിർബന്ധിതമാക്കുന്നു. റമദാൻ മാസങ്ങളിൽ ഈ ഫണ്ട് ഉപയോഗിച്ച് നടത്തിവരുന്ന നിരവധി പരിപാടികൾ ഇതുമൂലം റദ്ദു ചെയ്യേണ്ട അവസ്ഥയാണ്. പൊതുമരാമത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് നഗരാസൂത്രണ മന്ത്രാലയം ഫണ്ട് അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുനിസിപ്പൽ കൗൺസിൽ സമർപ്പിച്ച എല്ലാ നിർദ്ദേശങ്ങളും പൊതുമരാമത്ത് മന്ത്രാലയം തള്ളിയിരിക്കുകയാണ്. ബീച്ച് ശുചീകരണത്തിനും ഫണ്ടില്ലെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ലഭിക്കുന്ന സാമ്പത്തിക പിന്തുണയെ ആശ്രയിച്ചു നടത്തിയിരുന്ന വിവിധ റമദാൻ പരിപാടികൾ സർക്കാർ ധനസഹായത്തിന്റെ അപര്യാപ്തത മൂലം റദ്ദു ചെയ്യുകയാണ്. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. അടുത്ത വർഷം റഷ്യയിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആവേശമുയർത്തി വിജയികൾക്ക് സമ്മാനിക്കുന്ന ഫിഫ സ്വർണ്ണ കപ്പ് ദുബായിൽ ബുർജ് അൽ അറബിലാണ് വിന്നേഴ്സ് ട്രോഫി അവതരിപ്പിച്ചത്. സപ്തനക്ഷത്ര ഹോട്ടലായ ബുർജ് അൽ അറബിന്റെ 27ാം നിലയിലെ അൽഫലാഖ് ബോൾ റൂമിലാണ് ഫിഫയുടെ ലോകകപ്പ് അവതരിപ്പിച്ചത്. റഷ്യയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രധാന പങ്കാളികളായ വിസയാണ് ട്രോഫി ദുബായിലെത്തിച്ചത്. ചില്ലു പേടകത്തിനുള്ളിൽ സ്ഥാപിച്ച ട്രോഫിക്കൊപ്പം ചേർന്ന് നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും അവസരമുണ്ടായിരുന്നു. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം നിറയ്ക്കാനാണ് വിജയികൾക്കുള്ള ട്രോഫി ലോകം ചുറ്റുന്നതെന്ന് വിസിയുടെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ഹെഡ് കരീം പറഞ്ഞു. So the trophy arrived last evening. Today morning we had a similar gathering with clients in Abu Dhabi. Then in the afternoon the trophy visited the visa offices in Dubai, where visa staff, my colleagues and their families and children were able to do exactly that, have their photograph taken with the trophy. It's here in the evening for our clients and our partners, and tomorrow it's going to spend practically the entire day at Mall of the Emirates, where card holders will have the opportunity to get their photographs taken with the trophy. UAEക്ക് പിന്നാലെ ഖത്തറിലേക്ക് ഈ ട്രോഫി പറക്കും. അടുത്ത വർഷം ജൂലൈ 15-ന് റഷ്യയിലെ ലുഷ്നിക്കി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിലെ വിജയിയാണ് ഫിഫയുടെ ഈ സ്വർണ്ണക്കപ്പ് ഉയർത്തുക. ലോകകപ്പ് ആവേശം നെഞ്ചിലേറ്റാൻ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നു. ആവേശമായി വിജയികൾക്കുള്ള ട്രോഫി UAEയിലും. ബുർജ് അൽ അറബിൽ നിന്നും ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപ്പു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്. റിയാദിൽ നടന്ന നെസ്റ്റോ സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ലാന്റേൺ FC ജേതാക്കളായി. കലാശ പോരാട്ടത്തിൽ റെയിൻബോ ക്ലബിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. വിജയികൾക്ക് IM വിജയൻ ഉപഹാരം സമ്മാനിച്ചു. സാങ്കേതികമായി ചെറിയൊരു പ്രശ്നമുണ്ട്. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്ന മഹാഭാരതം സിനിമയുടെ ചിത്രീകരണം ആദ്യം നടക്കുക അബുദാബിയിലെന്ന് സിനിമയുടെ നിർമ്മാതാവ് BR ഷെട്ടി. സിനിമയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 1000 കോടി രൂപ മുതൽ മുടക്കിൽ ചിത്രീകരിക്കുന്ന സിനിമയെപ്പറ്റി നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് UA എക്സ്ചേഞ്ച്, NMC മെഡിക്കൽ എന്നീ കമ്പനികളുടെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ BR ഷെട്ടി താൻ നിർമ്മിക്കുന്ന മഹാഭാരതം സിനിമയെപ്പറ്റി ചില കാര്യങ്ങൾ വിശദമാക്കിയത്. സിനിമ യാഥാർത്ഥ്യമാകുമെന്നും സംവിധായകൻ 750 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ താനാണ് 1000 കോടി രൂപ മുതൽ മുടക്കാമെന്ന് പറഞ്ഞതെന്നും BR ഷെട്ടി പറഞ്ഞു. It is true that C. Kumar approached me. He came to me, just shall we do Mahabharat? So what else I can say? Yes, we do this. So then the question came, it cost 750 crores rupees. I said, make it 1000 crores. But it should be the best one in the world ever happened. So I said, okay. They said, okay. So that's what happened. And we are doing the feasibility study and other things. And also the actors. Mohanlal is confirmed, my dear friend, as a Bhima. And M.T. Vasudevan is my good friend. Mohanlal also my good friend. I can't say my very good friend, but we know very well. He is my well-wisher also. So what I'm trying to say, we will have the best outcome epic picture in the world.
തന്നെ വളർത്തിയതും ഈ നിലയിലെത്തിച്ചതും അബുദാബിയാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമയുടെ ചിത്രീകരണം അബുദാബിയിൽ നിന്നായിരിക്കും തുടങ്ങുകയെന്നും അദ്ദേഹം പറഞ്ഞു. India, Abu Dhabi, Modi, Highness Sheikh Mohammed bin Zayed relationship is very close. So let me start this project because I have prospered in Abu Dhabi. I earned money in Abu Dhabi, and UAE. And let me say, this film is should be shot in the first time in Abu Dhabi in a very grand way. ഇതൊരു ഔദ്യോഗിക വാർത്താ സമ്മേളനമല്ലെന്നും സിനിമയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അധികം വൈകാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വാർത്താ സമ്മേളനങ്ങളിൽ വ്യക്തമാക്കുമെന്നും ബിആർ ഷെട്ടി വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ഷെയ്ഖ് ഹംദാൻ അവാർഡ് ജേതാവ് ഹിമാദ് അഹമ്മദിനെയും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും അബുദാബി മോഡൽ സ്കൂളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ആദരിച്ചു. മുഖ്യാതിഥി യൂണിവേഴ്സൽ MD ഡോക്ടർ ഷബീർ അലി വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ഇപ്രാവശ്യത്തെ ഹയർ സെക്കൻഡറി